ഹായ്. ഞാൻ സംസാരിക്കാൻ പോണത് ഇന്ത്യയിലെ റിസർവേഷൻ പോളിസിയെക്കുറിച്ചാണ്. ഓക്കെ, ഇന്ത്യയിലെ റിസർവേഷൻ പോളിസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയാനായിട്ടുള്ളൊരു കോമൺ ഇതാണ്, എപ്പോഴും കഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് റിസർവേഷൻ കൊടുത്തുകൂടെ, സ്ട്രഗിൾ ചെയ്യണം അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കിലായി നിൽക്കുന്ന വ്യക്തികൾക്ക് റിസർവേഷൻ കൊടുത്തുകൂടെ എന്ന രീതി. അത് കൊടുക്കാതെ പലപ്പോഴും ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള അവർക്ക് റിസർവേഷൻ കിട്ടുന്നില്ല, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ള ഒരു രീതിയിലൊരു ക്രിറ്റിസിസം അവിടെ വരാറുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിൽ റിസർവേഷൻ പോളിസി എന്ന് പറയുന്നത് നോട്ട് എക്കണോമിക്കലിൻ്റെ ബേസിലല്ല. ഇന്ത്യയിൽ റിസർവേഷൻ പോളിസി ബിൽഡ് ചെയ്ത് സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിലാണ്. സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ചില സോഷ്യൽ ഇൻജസ്റ്റിസുകളുണ്ട്. ഓക്കെ, ഇൻജസ്റ്റിസ് ആ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ ബെറ്റർ ആണെന്നും ചില കാര്യങ്ങൾ ബെറ്റർ അല്ല എന്നും ഇന്ത്യൻ സൊസൈറ്റി ബിലീവ് ചെയ്യും. ഓക്കെ ഇപ്പോൾ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ നോക്കുന്നത് ചില കാറ്റഗറി ഓഫ് പീപ്പിൾ ബെറ്റർ ആണെന്നും ചില കാറ്റഗറി ഓഫ് പീപ്പിൾ ബെറ്റർ അല്ല എന്നും ഒരു സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ഓക്കെ, ഒരിക്കലും അത് അതായത് ഒരു പീപ്പിൾസിൻ്റെ മൈൻഡ് സെറ്റിൽ വരുന്ന ഒരു പ്രോബ്ലമാണ്. ആ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെ ഒരു ഭയങ്കര ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റുകൾ നടക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ ജനിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാസ്റ്റിൽ ജനിക്കുന്ന വ്യക്തി ബെറ്റർ ആണെന്നും ഒരു പർട്ടിക്കുലർ കാസ്റ്റിൽ ജനിച്ച വ്യക്തി മോശമാണെന്നും ട്രീറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അത് എന്തിൻ്റെ ബേസിലാണ്? അതിനൊരു ബേസില്ല. സോണി ഇന്ത്യൻ സൊസൈറ്റി അങ്ങനെ ബിലീവ് ചെയ്യപ്പെട്ടു. അതായത് ഇതിങ്ങനെയാണെന്നും ഇത് നല്ലതാണെന്നും ഇത് മോശമാണെന്നും ബിലീവ് ചെയ്യപ്പെട്ടു. ഓക്കെ, അതൊരിക്കലും ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. പിന്നീട് ഒരു ഇപ്പോൾ ജെൻഡർ ബേസ് എടുക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ജെൻഡർ ബെറ്റർ ആണെന്നും ഇന്നത് വേണ്ടിയുള്ളവരാണെന്നും ഈ ജെൻഡർ ബെറ്റർ അല്ല എന്ന രീതിയിലും ഒരു സോഷ്യൽ തിങ്കിങ് ഉണ്ട്. ഈ സോഷ്യൽ ഇൻജസ്റ്റിസ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സോഷ്യൽ ഇൻജസ്റ്റിസ് എന്ന് പറയുമ്പോൾ അത് ഫേസ് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ അത് ഫീൽ ചെയ്യാനും അത് ഒരു ഇമോഷനായിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം അതൊരു ഇൻഫർമേഷനാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ്, ഒരു സബ്ജക്റ്റ് മാത്രമാണ്. ഇത് ഫേസ് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ ഒരു ഹാർഡ്നെസ് അറിയാൻ പറ്റുള്ളൂ. സോ ഈ ഹാർഡ്നെസ്സിൽ ഫേസ് ചെയ്യുന്ന വ്യക്തി, അതായത് രണ്ട് രീതിയിലാണ്. സോഷ്യൽ ഇതിലേക്ക് വരുമ്പോൾ ബെറ്ററായി ട്രീറ്റ് ചെയ്യുന്ന പീപ്പിൾ ഉണ്ടാകും, അത് ബാക്കിൽ ട്രീറ്റ് ചെയ്യുന്ന വ്യക്തികൾ. ഇൻജസ്റ്റിസ് അതിൻ്റെ ബേസ് ഇല്ല, അത് ഒരു റീസണബിൾ ആയിട്ടുള്ള ബേസ് ഇല്ല. ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തി നന്നായി പഠിക്കുന്നു, മറ്റൊരു വ്യക്തി നന്നായി പഠിക്കുന്നില്ല. ആ നന്നായി പഠിക്കുന്ന ആൾക്ക് മാർക്ക് കിട്ടും, നന്നായി പഠിക്കാത്തവർക്ക് മാർക്ക് കിട്ടാതെ അയാൾ തോറ്റും. അവിടെ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റീസൺ ഉണ്ട്. എന്തുകൊണ്ട് ഈ പേഴ്സൺ ബാക്കിൽ പോയി വരുമ്പോൾ ഈ ബെറ്റർ നന്നായി പഠിച്ചില്ല, ആ പേഴ്സൺ ബെറ്ററായി പഠിച്ചു, അതുകൊണ്ട് ഈ വ്യക്തി മുന്നിലും ഈ വ്യക്തി ഇതിൻ്റെ പിന്നിൽ റീസണബിൾ ആയിട്ട് റീസൺ. എന്നാൽ സോഷ്യൽ ഇൻജസ്റ്റിസിൻ്റെ പിന്നിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു റീസണും ഇല്ല. അത് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ദിസ് ഈസ് ബെറ്റർ, ദിസ് ഈസ് നോട്ട് ബെറ്റർ എന്നത്. അത് നമ്മൾ പഴയ കാലത്ത് ഫോളോ ചെയ്ത ഒരു സാധനം വീണ്ടും ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് ഓവർ ടൈം അത് കുറഞ്ഞു വരുന്നെങ്കിൽ പോലും ഇപ്പോഴും അതുണ്ട്. അപ്പോൾ ഈ ഇൻജസ്റ്റിസ് കാരണം ആ പിന്നിൽ നിൽക്കുന്ന വ്യക്തി, അതായത് ബാക്ക്വേർഡായി നിൽക്കുന്ന പീപ്പിൾസിനെ ഭയങ്കര കോൺഫിഡൻസ് വളരെ ലെസ് ആയിരിക്കും. അതായത് അവർ മുന്നിലേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തുന്ന സമയത്ത് മോശമായി ട്രീറ്റ് ചെയ്യപ്പെടുമോ എന്ന രീതിയിൽ എന്നതുകൊണ്ട് തന്നെ അവരെപ്പോഴും മുന്നോട്ട് വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കില്ല, അവരെപ്പോഴും പിന്നിൽ തന്നെ നിന്നോളും. നമ്മൾ ഇന്ത്യ എന്ന് എടുക്കുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദിസ് കാറ്റഗറി ദാറ്റ് കാറ്റഗറി, ഇങ്ങനെയില്ല. ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. എവറി പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാ വ്യക്തികളും ഇന്ത്യക്ക് തുല്യമായ പേഴ്സണാണ്. അതിലൊരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് എപ്പോഴും ബാക്കിലേക്ക് നിന്ന് പോകുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ, അല്ലെങ്കിൽ ഒരു ഗുഡ് മെസ്സേജ് അല്ല. അപ്പോൾ ആ ബാക്കിൽ അതിന് പിറന്തള്ളപ്പെട്ട ഒരു സമൂഹമുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയെ മുന്നിലേക്ക് കൊണ്ടുപോകുക, എല്ലാ കാര്യങ്ങളിലേക്കും അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആക്കി കൊടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നേഷൻ എന്നതിൽ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് റിസർവേഷൻ പോളിസി കൊണ്ടുവരുന്നത്. ഓക്കെ, അവർക്ക് ഫിനാൻഷ്യൽ പ്രശ്നം ഉള്ളതുകൊണ്ടല്ല, അവിടെ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ്, ആ വ്യക്തികളെ മോശമായി ചിത്രീകരിക്കുക അല്ലെങ്കിൽ മോശമായിട്ട് തരം താഴ്ത്തിയിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സൊസൈറ്റിയിൽ. അപ്പോൾ അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ, അവരിലേക്ക് കൂടുതൽ കൺസിഡറേഷൻ പോകാൻ വേണ്ടിയിട്ടാണ് റിസർവേഷൻ പോളിസി അവിടെ ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സോഷ്യൽ ഇൻജസ്റ്റിസ് ഫേസ് ചെയ്യുന്ന പീപ്പിൾസിലേക്കും കൂടുതൽ റിസർവേഷൻ പോളിസി കൊടുക്കാം. അപ്പോൾ അങ്ങനെ കുറേ കാര്യം നോക്കിയപ്പോൾ ഏത് കാറ്റഗറി ഓഫ് പീപ്പിൾസാണ് ഇങ്ങനെയുള്ള സോഷ്യൽ ഇൻജസ്റ്റിസ് കൂടുതൽ ഫേസ് ചെയ്യപ്പെടുന്നത്, അവരിലേക്കാണ് റിസർവേഷൻ എപ്പോഴും കൂടുതലേക്ക്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ വുമൻസിന് റിസർവേഷൻ വരാനുള്ള മെയിൻ കൺസിഡറേഷൻ ആണ്. ഇന്ത്യ ഒരു മെയിൽ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു നേഷനാണ്. അതുകൊണ്ട് തന്നെ വുമൻസ് അവിടെ ഒരു ബാക്ക്വേർഡാക്കി കീപ്പ് ചെയ്യപ്പെടാറുണ്ടാവാം. അപ്പോൾ അവർക്ക് കൂടുതൽ റിസർവേഷൻ കൊടുത്താൽ മാത്രമേ അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പോയിന്റിലാണ് വുമൻസിന് കൊടുക്കുന്നത്. ഈവൻ കാസ്റ്റ് ബേസിൽ വരുന്ന സമയത്ത് ചില കാസ്റ്റുകൾ ഏറ്റവും ബെറ്റർ ആണെന്നും മറ്റേ കാസ്റ്റുകൾ വളരെ മോശമാണെന്നും ഒരു ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതിയിൽ നിൽക്കുന്ന സമയത്ത് ആ കാറ്റഗറിയിൽ നിൽക്കുന്ന പീപ്പിൾസ് ചിലപ്പോൾ അവിടെ തന്നെ നിന്ന് പോകും. ആ വ്യക്തിയെയും മുന്നോട്ട് കൊണ്ടുവരാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്ക് കൂടുതൽ റിസർവേഷൻ കൊടുത്താൽ മാത്രമേ അവർക്ക് മുന്നിലേക്ക് ട്രാവൽ ചെയ്ത് വരാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് അവരെ അതൊരിക്കും. പിന്നെ ഓവറോൾ ടൈം ഇങ്ങനെ പോകുന്തോറും ഇന്ത്യ റിയലൈസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബാക്ക് ദ പീപ്പിൾ. ഈവൻ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു കാറ്റഗറിയിലും
ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന പീപ്പിളുണ്ട്, അവർക്കും അസിസ്റ്റൻസ് കൊടുക്കാൻ വളരെ ഉണ്ട്. അപ്പോൾ ഇന്ത്യ വളരെ എന്താ പറയുക സോഷ്യൽ സ്റ്റാറ്റസിൽ ഏറ്റവും ബാക്ക്വേർഡിൽ ഫിനാൻഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്ന ഒരു അവരെയും എന്താ പറയുക റിസർവേഷൻ കൊടുക്കുക എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് കൂടി കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് സോഷ്യൽ ഇൻജസ്റ്റിസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളിൽ നമ്മൾ റിസർവേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ എക്കണോമിക്കലി നിൽക്കുന്നതിൽ ഏറ്റവും ബാക്ക്വേർഡായി നിൽക്കുന്ന പീപ്പിളിനും കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സെറ്റിൽ ഒരു പ്രോബ്ലം അവിടെ അറൈസ് ചെയ്യുന്നത് സോഷ്യൽ ഇൻജസ്റ്റിസിൽ ഉണ്ടായിരുന്നു, മുമ്പ് അവരുണ്ടായിരുന്നു. ലേറ്റർ ഓൺ ഓവർ ടൈമിൽ അവർ ലൈഫിൽ ബിൽഡ് ചെയ്ത് വന്ന് അവർ നല്ല പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ആ വ്യക്തി സോഷ്യൽ ഇൻജസ്റ്റിസ് ഫേസ് ചെയ്യില്ല. ആ കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമാണ് ആ വ്യക്തി. പക്ഷേ ആ വ്യക്തി ജീവിതത്തിൽ വളർന്നു വന്നു കഴിഞ്ഞു, ബെറ്റർ ആയിക്കഴിഞ്ഞു. ഇനി ആ വ്യക്തി ആ സോഷ്യൽ ഇൻജസ്റ്റിസ് ഫേസ് ചെയ്യില്ല. അപ്പോൾ ആൾ ഓട്ടോമാറ്റിക്കലി ആ റിസർവേഷൻ്റെ പുറത്ത് പോകും. ഓക്കെ, അങ്ങനെയുള്ളൊരു ഇതിനെയാണ് റിസർവേഷനിൽ ക്രീമി ലെയർ എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ സോഷ്യൽ ഇൻജസ്റ്റിൽ ഒരു കാറ്റഗറിയിൽ വരുന്ന പീപ്പിൾ തന്നെയായിരുന്നു, പക്ഷേ ലൈഫിൽ അവർ ബിൽഡ് ചെയ്യപ്പെട്ടിരുന്നു, അവർ മേലെ എത്തിക്കഴിഞ്ഞു. ഇനി ആ വ്യക്തിക്ക് റിസർവേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ വ്യക്തിയെ റിസർവേഷൻ ഒഴിവാക്കി കളയും. ഈവൻ ദോ അവർ ആ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമാണെങ്കിലും റിസർവേഷൻ്റെ ആ കാറ്റഗറിയിൽ നിന്ന് ആ വ്യക്തിയെ ഒഴിവാക്കണം. ഇങ്ങനെ ക്രീമി ലെയർ എന്ന് പറയും. ആ ലെയറിന് ഒഴിവാക്കപ്പെടുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് നമ്മൾ ആ സോഷ്യൽ സ്റ്റാറ്റസിൽ ബെറ്ററായി ഇരുന്നിട്ട് എക്കണോമിക്കലി പിന്നിൽ നിൽക്കുന്ന ഒരു കാറ്റഗറി ഉണ്ടാകും. ആ കാറ്റഗറിയെ നമ്മൾ ഫില്ല് ചെയ്യപ്പെടാൻ ശ്രമിക്കുക. ഇങ്ങനെ ബാലൻസ് ചെയ്യപ്പെടും. അതായത് ഒരു വ്യക്തി മേലോട്ട് പോകുന്തോറും ആ വ്യക്തിയുടെ റിസർവേഷനുള്ള ചാൻസ് റെഡ്യൂസ് ചെയ്യും. അതുപോലെ ഒരു വ്യക്തി താഴോട്ട് വരുന്തോറും ആ വ്യക്തിക്ക് റിസർവേഷനുള്ള സ്പേസ് ഓപ്പൺ ആക്കി കൊടുക്കുകയും ചെയ്യും. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ റിസർവേഷൻ്റെ കാര്യം പറയുമ്പോൾ റിസർവേഷൻ ഒരു ലോങ് ടേം കൺസെപ്റ്റാണ്. ഇറ്റ്സ് നോട്ട് എ ഷോർട്ട് ടേം തിങ് അല്ലേ. നമ്മൾ ഒരു ദിവസത്തേക്ക് അല്ല റിസർവേഷൻ കൊടുക്കുക, ഒരു ലൈഫ് ടൈം റിസർവേഷനാണ് കൊടുക്കാറുണ്ടാകും. അപ്പോൾ അവർ ബെറ്റർ ആയി കഴിഞ്ഞാൽ അതിന് ഒഴിവാക്കി കിട്ടും. പക്ഷേ ഇത് ലോങ് ടേം തിങ് ആണ്. ഒരിക്കലും നമ്മൾ ഒരു വർഷത്തേക്ക് വേണ്ടി റിസർവേഷൻ അല്ല. പക്ഷേ ഇങ്ങനെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഇന്ത്യ ഫേസ് ചെയ്യപ്പെടും. ഓക്കെ, ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സമയത്തും അവരെ അസിസ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെയും ഒരു സ്റ്റേറ്റിൻ്റെയും അല്ലെങ്കിൽ ഒരു നേഷൻ്റെ ഉത്തരവാദിത്തം. അങ്ങനെയുള്ളവിടെ നമ്മൾ ചെയ്യാറുള്ള അസിസ്റ്റൻസ് ആണ്. അസിസ്റ്റൻസും റിസർവേഷൻ തമ്മിലുള്ള വ്യത്യാസം അതാണ്. അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആയിരിക്കും. അപ്പോൾ ഒരാൾ ഫോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് അസിസ്റ്റൻസ് കൊടുക്കാനുള്ള ഒരു നേഷൻ്റെ ഉത്തരവാദിത്തം. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാം, വേറെ ഏതെങ്കിലും തരത്തിലുള്ള സബ്സിഡി ഒക്കെ കൊടുത്തിട്ട് അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കും. റിസർവേഷൻ കൊടുക്കില്ല. റിസർവേഷൻ എപ്പോഴും ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഉണ്ട്. അത് ലോങ് ടേം ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ. ആ ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യപ്പെടുന്ന പീപ്പിൾസിന് മാത്രമേ റിസർവേഷൻ ഓപ്പൺ ആക്കി കൊടുക്കുള്ളൂ. അങ്ങനെ അല്ലാത്ത പീപ്പിൾസിന് അസിസ്റ്റൻസ് കൊടുക്കുക. അതായത് ഷോർട്ട് ടേം, അതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഇതാവാം, സബ്സിഡി എന്ന രീതിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു അസിസ്റ്റൻസ് അവിടെ കിട്ടും. റിസർവേഷനിലേക്ക് വരുമ്പോൾ ലോങ് ടേം, ഇപ്പോൾ ഭയങ്കരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് ഫേസ് ചെയ്യുന്ന പീപ്പിൾസ്ക്ക് ആയിരിക്കും എപ്പോഴും റിസർവേഷൻ ഓപ്പൺ ആക്കി കൊടുക്കുക. ഓക്കെ.